ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ കുഞ്ഞൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് പിന്നെയാണ് കേട്ടോ ഓർത്തത്. ആദ്യം തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ കടയിലൊക്കെ പോയപ്പോൾ ഒരു ആഗ്രഹം കുറേ ആയാലും ഒരു ഫുൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനത്തെ നമ്മുടെ ലോട്ടറി ഒക്കെ കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് തന്നെ പോയിട്ട്, അല്ലെങ്കിൽ ഞാൻ കൊടുവായൂർ പോയി നാളത്തെ എല്ലാം എടുക്കാറാ പതിവ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എനിക്ക് ഒന്ന് ഹോസ്പിറ്റൽ വരെ ഒക്കെ പോകണം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ വീട്ടിലേക്ക് പോയി. നമ്മുടെ റോട്ടിൽ കൂടെയാണ് നടന്നു പോണത്. നമ്മുടെ കുളമൊക്കെ കണ്ടില്ലേ? അങ്ങനെ ഇതാ നമ്മുടെ വീട് എത്തിക്കഴിഞ്ഞു ഗായ്സ്. അപ്പോൾ അങ്ങനെ വീടെത്തി. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം വീട്ടിലിരുന്ന് ഇത്തിരി റെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ കൊടുവായൂരിലേക്ക് തന്നെ പോയിട്ട് ഹോസ്പിറ്റലിലേക്ക്. അപ്പോൾ അത് നമ്മൾ നടന്നു പോകുമായിരുന്നു. എന്നിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് കുറച്ച് ദൂരം നടക്കാനുണ്ട്. ഇന്ന് എന്തോ ഒരു ക്ഷീണം. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പ് എത്തുമ്പോഴേക്കും നമുക്ക് ബസ് കിട്ടി. അപ്പോൾ ബസ്സിലാണ് ഞാൻ ഇന്ന് പോയത്. അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിലേക്ക് പോയി വന്ന ശേഷം ഞാൻ ഇന്ന് ആഹാരം കഴിക്കുന്നത് ഒരുപാട് കറികളൊന്നും എടുത്തില്ല കേട്ടോ. നന്നായിട്ട് കുറച്ച് മോരൊക്കെ ഒഴിച്ച് കഞ്ഞിയാണ് കുടിച്ചത്. ബീട്രൂട്ട് ഉപ്പേരിയായിരുന്നു രാവിലത്തെ. എനിക്ക് ഈ ഉച്ചയ്ക്ക് ഈ വെയിലൊക്കെ കൊണ്ട് കഴിക്കുമ്പോൾ എനിക്ക് അധികം ഈ കറിയൊന്നും ഒഴിച്ച് കഴിക്കുന്നത് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമല്ല. അപ്പം ഞാൻ ചിലപ്പോൾ അങ്ങനെ കഴിക്കാറുമുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ നല്ലോണം മോരൊക്കെ ഒഴിച്ച് ആ പുളിപ്പ് ഒക്കെ ടേസ്റ്റ് ചെയ്ത് എന്നിട്ടൊരു അച്ചാറൊക്കെ കൂട്ടിയിട്ടൊക്കെ കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് 3 മണിക്ക് എൻ്റെ മകൻ എന്നെ കടയിൽ കൊണ്ട് വിട്ടു വിട്ടു. അതാണ് എൻ്റെ മോൻ. അപ്പോൾ അവൻ എന്നെ നേരെ കടയിൽ കൊണ്ട് വിട്ടു. അപ്പോൾ ഞാൻ 3:30 ആകുമ്പോഴേക്കും നമ്മുടെ കടയെത്തി. അത് കഴിഞ്ഞ് 6 മണിക്ക് ഞാൻ നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഇതാണ് നമ്മുടെ വരുന്ന വഴി. അപ്പോഴേക്കും എൻ്റെ അമ്മായി അവിടെ നിന്ന് ഞങ്ങൾക്ക് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ അവിടെ പൊങ്കലാണ്, പച്ചമാവൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി കൊടുത്തു വിട്ടതാണ്. പിന്നെ ഞാൻ പോയത് അടുക്കളയിലേക്കാണ് കേട്ടോ പോയത്. വൈകുന്നേരത്തേക്ക് എന്താ ഉണ്ടാക്കുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ ഞാൻ പണിയൊക്കെ ചെയ്യട്ടെ.